നമുക്ക് ഈസി ആയിട്ട് അപ്പം ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്ന ലോങ് ഗ്രെയിൻ റൈസാണ്, ആൽഡിയിൽ നിന്ന് വാങ്ങിച്ചാണ്. പച്ചരിയിലെ അതൊരു 4 കപ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി ഒരു 5 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കാം. നന്നായിട്ട് അരി കുതിർന്നതിന് ശേഷം ആ വെള്ളം നമ്മൾ മാറ്റി വെക്കണം, അത് കളയരുത്. എന്നിട്ട് ഈ അരിയിലോട്ട് ഒരു 5 അല്ലി ചുവന്നുള്ളി, 1 അല്ലി വെളുത്തുള്ളി, തലേ ദിവസത്തെ ഒരു 1.5 കപ്പ് ചോറും 1.5 കപ്പ് തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഇത് അരച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളം നമ്മൾ ആദ്യം മാറ്റി വെച്ച വെള്ളം ഉണ്ടല്ലോ, ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നന്നായിട്ട് ഫൈനായിട്ട് വേണം അരച്ചെടുക്കാൻ, തരിയൊന്നും ഇല്ലാതെ നന്നായിട്ട് അരച്ചെടുക്കാം. ശേഷം ഇത് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഒരു സാഷേ പാക്കറ്റാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈസ്റ്റിൻ്റെ. അതൊരു 1.5 ടീസ്പൂണോളം ഉണ്ടാകും. ഈസ്റ്റ് ഇതിലിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് 2 പാത്രത്തിലായിട്ട് വെക്കുക. എനിക്ക് ഇത്രയും മാവുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ 2 പാത്രത്തിലായിട്ട് വെച്ചത്. നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് വെച്ചാൽ മതി. മാവ് പുളിച്ച് കഴിയുമ്പോൾ പൊങ്ങി പോകും, അതുകൊണ്ടാണ് ഞാൻ 2 പാത്രത്തിലായിട്ട് വെച്ചത് കേട്ടോ. പിന്നെ കലം വെച്ചേക്കുന്ന പാത്രത്തിൻ്റെ അടിയിൽ ഒരു പാനും കൂടി വെച്ചിട്ടുണ്ട്, ഇത് പൊങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അപ്പമൊക്കെ നന്നായിട്ട് പുളിച്ചു. അപ്പോൾ ഞാനൊരു വേറൊരു പാത്രത്തിലോട്ട് ആവശ്യത്തിന് പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഈ 2 പാത്രത്തിലായിട്ട് വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ചേർത്ത് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത്, ഒരുപാട് മിക്സ് ചെയ്യരുത്, കയ്യിലും കൊണ്ട് ചെറുതായിട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. അടുത്ത ദിവസം രാവിലെ നോക്കിയപ്പോൾ നന്നായിട്ട് അപ്പം പൊളിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു പാനിലിട്ട് അത് ചുട്ടെടുക്കുകയാണ്. ആവശ്യത്തിനുള്ള മാവ് വേറൊരു പാത്രത്തിലോട്ട് എടുത്താണ് ചെയ്യുന്നത്, കാരണം പിന്നീടാണെങ്കിലും നമുക്ക് ആ മാവ് യൂസ് ചെയ്യാമല്ലോ. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഒരു പാത്രത്തിലിട്ട് ചുട്ടെടുക്കുക. ബാക്കിയത്തെ നിങ്ങൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ മതി. പിന്നീട് ചുടുമ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് പുറത്താക്കി ചുട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അപ്പച്ചട്ടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ദോശ പോലെ ഇത് ചുട്ടെടുക്കുന്ന. പാനിൽ അപ്പച്ചട്ടി ഉണ്ടെങ്കിൽ മാവ് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് മൂടി വയ്ക്കുക, മറിച്ചിട്ട് അപ്പം എടുക്കുക. അപ്പം റെഡിയാണ്. ഞാൻ ഇത് തലേദിവസം നമ്മൾ ഉണ്ടാക്കിയ പാൽ വെച്ച് ചിക്കൻ കറി ഇല്ലേ, അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ കറിയുടെ കൂടിയാണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ രണ്ടും കൂടി. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. ഇങ്ങനെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഏതൊരു മീലായിട്ടും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യണം. കൂടെ എന്നെ ഫോളോ ചെയ്യാനും മറക്കല്ലേ. ബൈ.